ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. രാജ്യത്ത് രണ്ടാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ മാസം 26-ന് നടക്കും. കേരളത്തിലെ 20-ഉം കർണാടകയിലെ 14-ഉം രാജസ്ഥാനിൽ 13-ഉം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളും രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതും. ഇതിനു പുറമെ മധ്യപ്രദേശിൽ നിന്ന് 7 സീറ്റുകളിലേക്കും അസം, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 5 സീറ്റുകളിലേക്കും പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 സീറ്റുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പും രണ്ടാം ഘട്ടത്തിലാണ് നടക്കുക. ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും 1 ലോക്സഭാ മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ അവസാനിച്ചിരുന്നു. മൂന്നാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 7-നാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യുന്നതിന് ഒരുക്കിയിട്ടുള്ള വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്ക് അപേക്ഷിച്ചവരിൽ 81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. സംസ്ഥാനത്ത് ഇതുവരെ 1,42,799 പേർ വീട്ടിൽ വോട്ട് ചെയ്തു. 85 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള 1,02,285 പേരും ഭിന്നശേഷിക്കാരായ 40,514 പേരും ഇതിൽപ്പെടുന്നു. ഏപ്രിൽ 25 വരെ വീട്ടിൽ വോട്ട് തുടരും. ആഗോളതലത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യ പ്രതീക്ഷ നൽകുന്നതായി കേന്ദ്രമന്ത്രി VK സിംഗ്. മലപ്പുറം എടവണ്ണപ്പാറയിൽ NDA സ്ഥാനാർത്ഥി K അബ്ദുൽ സലാമിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് BJPക്ക് അനുകൂല സാഹചര്യമാണുള്ളതെന്നും ശ്രീ VK സിംഗ് അഭിപ്രായപ്പെട്ടു. INDA മുന്നണി അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും പ്രകടന പത്രിക രൂപീകരണ സമിതി ചെയർമാനുമായ P ചിദംബരം. പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ് CPIM നടത്തുന്നതെന്നും ചിദംബരം പറഞ്ഞു. KPCC മാധ്യമ സമിതിയുടെ മുഖാമുഖം പരമ്പരയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ED അറസ്റ്റിനെ ചൊല്ലി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള കോൺഗ്രസ് നിലപാട് അപലപനീയമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. അറസ്റ്റിനെ CPIM ഭയക്കുന്നില്ലെന്നും അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ പിണറായി വിജയൻ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്നും ശ്രീ യെച്ചൂരി പറഞ്ഞു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചെന്ന പരാതിയിൽ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ പോലീസ് കേസെടുത്തു. മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ട് തേടുന്നതായി ഒരു സ്വകാര്യ ചാനലിന്റെ അഭിമുഖത്തിൽ ശശി തരൂർ ആരോപിച്ചിരുന്നു. ഇതിനെതിരായ പരാതിക്കാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിലും പയ്യന്നൂരിലും വീട്ടിലെ വോട്ടിംഗിൽ സഹായി വോട്ട് ചെയ്തത് ക്രമപ്രകാരം തന്നെയാണെന്നും ഈ 2 സംഭവങ്ങളിലും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതെന്ന് ജില്ലാ കളക്ടർ അരുൺ K വിജയൻ അറിയിച്ചു. മൈക്രോ ഒബ്സർവർ, പോളിംഗ് ഓഫീസർ, വോട്ടർ, സഹായി വോട്ടർ എന്നിവരുടെ മൊഴി എടുത്തതിൽ നിന്നും വീഡിയോ പരിശോധിച്ചതിൽ നിന്നും ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങളിൽ വീഴ്ചയോ അപാകതയോ സംഭവിച്ചിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടെന്നും കളക്ടർ അറിയിച്ചു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടികളിൽ ഉയർന്നുവന്ന പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും. ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോക്, അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടുകൂടി അടിയന്തരമായി സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം ജില്ലയിൽ അവശ്യ സർവീസിൽ ഉൾപ്പെട്ടവർക്ക് നാളെയും മറ്റന്നാളും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തപാൽ വോട്ട് ചെയ്യാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളവർക്ക് പട്ടം സെന്റ് മേരീസ് സ്കൂളിലും ആറ്റിങ്ങലിൽ ഗവൺമെന്റ് ITIയിലും ഒരുക്കിയിട്ടുള്ള കേന്ദ്രങ്ങളിൽ എത്തി വോട്ട് ചെയ്യാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവശ്യ സേവന രംഗത്തുള്ളവർക്കുള്ള വോട്ടിംഗിന് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. വിവിധ നിയോജക മണ്ഡലങ്ങളിലെ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ടിംഗ് 23 വരെ തുടരും. പക്ഷിപ്പനി നേരിടുന്നതിൽ ജാഗ്രതയോടെയുള്ള നടപടി തുടരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വളർത്തുപക്ഷികളെ നഷ്ടപ്പെട്ടവർക്കും ഒഴിവാക്കലിന്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ട പക്ഷികൾക്കും നഷ്ടപരിഹാരം നൽകുമെന്നും ഇതിനായി അവലോകന നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് സമാപനം കുറിച്ച് പരമ്പരാഗത പ്രൗഢിയോടെ ആറാട്ട് നടന്നു. തിരുവിതാംകൂർ രാജകുടുംബാവകാശി മൂലം തിരുനാൾ രാമവർമ്മ ഉടവാളേന്തി ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ശംഖുമുഖത്ത് ആറാട്ട് നടത്തി വിഗ്രഹങ്ങളെ നീരണിയിച്ചു. ഘോഷയാത്രയുടെ ഭാഗമായി രാത്രി 9 മണിവരെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.